നമ്മുടെ കുരിപ്പിന്റെ ചിലമത്ത് കുറുമ്പ് കാണുമ്പോൾ പിടിച്ച് കെട്ടിയിട്ടാലോ എന്ന് തോന്നാറുണ്ട്. ഇതിപ്പോ ഇവിടെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് ഉമ്മച്ചി എന്റെ ചെറുപ്പത്തിൽ കെട്ടിയിട്ട കഥയാണ്. എന്റെ ഉമ്മച്ചി വലിയ ക്രൂരത്യായിട്ടൊന്നും അല്ല കേട്ടോ. എന്റെ കയ്യിലിരിപ്പുണ്ട്. ഞാൻ എന്റെ ചെറുപ്പകാലത്തൊക്കെ കൊല്ലത്തായിരുന്നു താമസിച്ചത്. കാരണം എന്റെ വാപ്സിലെ ജോലി അവിടെയായിരുന്നു. ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ കൂടുതൽ അവിടെയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 8ാം ക്ലാസ് ആയപ്പോഴാണ് ഞാൻ സ്വന്തം നാട്ടിലേക്ക് വന്നത്. പക്ഷെ എന്നാലും എനിക്ക് കൂടുതലും നല്ല മെമ്മറീസ് ഒക്കെ അവിടെയായിരുന്നു. എന്റെ ഒരു വട്ടം അവിടെ പോകാൻ എന്തെങ്കിലും സാഹചര്യം കിട്ടി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചാൽ ഓരോന്നും ഇപ്പോൾ എന്റെ ഓർമ്മയിലുണ്ട്. അതൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്നെ കെട്ടിയിട്ട കഥയിലേക്ക് വരാം. പണ്ട് പോലെ എനിക്ക് ഫുട്ബോൾ കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ഫുട്ബോൾ പ്ലെയർ ആവണമെന്നായിരുന്നു എന്റെ ആഗ്രഹവും. ഇന്ത്യയിൽ ജനിച്ചു പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എന്റെ ആഗ്രഹം വേണ്ടാന്ന് വെക്കേണ്ട ഒരാളാട്ടോ ഞാൻ. ഇത് ഞാൻ വെറുതെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് അല്ല കേട്ടോ. അതിന്റെ കാരണം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. എനിക്ക് ഫുട്ബോൾ കളി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജീവനായിരുന്നു. അങ്ങനെ രാവിലത്തെ ചാവടിയും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് നേരെ ഗ്രൗണ്ടിലേക്ക്. അവിടെ രാവിലെ തന്നെ ഗ്രൗണ്ടിൽ ചേട്ടന്മാർ ഫുട്ബോൾ കളിക്കും. അന്നൊക്കെ അവിടെയുള്ള ചേട്ടന്മാർ കളിയൊക്കെ കഴിഞ്ഞിട്ട് പന്ത് ഗ്രൗണ്ടിൽ തന്നെ വെച്ചിട്ടാണ് പോണത്. അപ്പോൾ ചുമ്മാ തട്ടി കളിക്കാൻ വേണ്ടി പോണത്. ആ ഗ്രൗണ്ടിലെ കളി കഴിയുമ്പോൾ പിന്നെ അടുത്ത ഗ്രൗണ്ട് അന്വേഷിച്ച് ഇങ്ങനെ നടക്കും. ഗ്രൗണ്ടിൽ ഇപ്പോൾ ആരും കളിക്കാനില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പന്ത് അങ്ങോട്ടും കൂടെ തട്ടി കളിച്ചോണ്ടിരിക്കും. അങ്ങനെ വൈകുന്നേരം വരെ ഞാൻ ഗ്രൗണ്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും ചേട്ടന്മാർ കളിക്കാൻ വരും. അപ്പോൾ നമ്മളെ കളിപ്പിക്കൊന്നുമില്ല. പക്ഷേ ഈ ചേട്ടന്മാർ പുറത്തേക്ക് അടിച്ചാളുടെ പന്തില്ലേ അതെടുക്കാൻ പോകുമ്പോൾ നമുക്ക് തട്ടാൻ കിട്ടൂല. അതിന് വേണ്ടിയാണ് അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 7 മണിക്ക് നമ്മൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തുള്ളൂ. അത്ര നേരം കൊണ്ട് എൻ്റെ ഉമ്മച്ചി അനുഭവിച്ച ടെൻഷൻ എന്താണെന്ന് ഞാൻ പറയണ്ടല്ലോ. അത് എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവും. വാപ്പച്ചാണെങ്കിൽ ജോലിക്ക് പോയേക്കുമായിരിക്കും. എന്തായാലും പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ തന്നെ ഉമ്മച്ചി എന്നെ കെട്ടിയിടും. ഫുഡ് കൊണ്ട് തരണം ഭയങ്കര കോമഡിയാണ്. ജയിൽ പുള്ളികളെ പോലെയാ. അതായത് വാതിൽ ചെറുതായിട്ട് തുറക്കും, എന്നിട്ട് ഫുഡ് തള്ളി വെച്ച് തരും. എന്നിട്ട് വാതിൽ പുറത്തുനിന്ന് പിന്നെ കുറ്റിയിടും. ഞങ്ങളൊന്ന് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. ആ വീടിന്റെ മുൻവശത്ത് ഗ്രില്ലിട്ടേക്കുക. അപ്പോൾ അതിലാണ് എന്നെ കെട്ടിയിരുന്നത്. ഉമ്മച്ചി ഫുഡ് കൊണ്ടുപോയി തള്ളി വെച്ചിട്ട് എന്ത് ചെയ്യും, പുറത്തൂടെ വന്ന് ഗ്രില്ലിൽ നിന്ന് എന്റെ കെട്ടഴിച്ചു വിടും. അങ്ങനെ ഞാൻ പോയി ഫുഡ് കഴിക്കും. അന്നൊക്കെ എന്റെ ഫ്രണ്ട്സൊക്കെ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ട്യൂഷൻ പോണത്. അപ്പോൾ അവരൊക്കെ കാണും. പക്ഷെ അന്നൊന്നും വലിയ നാണക്കേട് തോന്നിയില്ല. പക്ഷെ ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ ചെറിയ നാണക്കേടുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഞാൻ നന്നാവോ? എന്റെ കരച്ചിലാണെമ്പോൾ ഉമ്മച്ചി പാവം പിന്നെ അഴിച്ചുവിടും. ഞാൻ പിന്നെ അങ്ങനെ തന്നെ കാണിക്കും. ഉമ്മച്ചി പിന്നെയും കെട്ടിയിടും. ഇത് വീട്ടിലൊരു സ്ഥിരം പരിപാടിയായിരുന്നു.